السلام عليكم ورحمة الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 31ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 3 ദിവസം നമ്മൾ പ്രസംഗം നിർത്തിവെച്ചത് നാഗൂര്, ഏർവാടി, കീഴക്കര, കീഴക്കര അതുപോലെയുള്ള പ്രദേശങ്ങൾ സിയാറത്തിന് പോയിരുന്നു. മഹാന്മാരെ സന്ദർശിക്കാനും എല്ലാമായി പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പോയതായിരുന്നു. അങ്ങനെയാണ് 3 ദിവസത്തെ പ്രഭാഷണം നമ്മൾ നിർത്തിവെച്ചത്. ഇന്നത് പുനരാരംഭിക്കുകയാണ്. 31ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ത്യ ഒട്ടുക്കും വലിയ ദുഃഖമുള്ള ഒരു ദിവസമാണ്. ഗുജറാത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക്, UK-യിലേക്ക് പറന്നുയർന്ന നമ്മുടെ എയർ ഇന്ത്യ പറന്നുയർന്ന് 7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തകർന്നടിയുകയും അതിലുണ്ടായിരുന്ന 242 മനുഷ്യരും അതിദാരുണമാവിധം കത്തിക്കരിഞ്ഞ് മരണപ്പെടുകയും ചെയ്ത വിവരം എല്ലാ നിലയിലും ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി വളരെ വൈകി വരുന്ന ഒരു വാർത്ത, 242 ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ്. കത്തിക്കരിഞ്ഞ വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് 13A സീറ്റിലിരുന്നിരുന്ന യാത്രക്കാരൻ തെറിച്ചു പോവുകയും ശരീരമാസകലം പൊള്ളലേറ്റെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരീകരണം ആയിട്ടില്ല. നമുക്ക് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഇന്ന് സഹിക്കേണ്ടി വന്ന, അടുത്ത കാലത്തൊന്നും നമുക്ക് മറക്കാൻ കഴിയാത്ത ആ ദുരിതത്തിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുകയും 242ഓളം മനുഷ്യർ കത്തിക്കരിയപ്പെട്ട രൂപത്തിൽ മരിച്ചു പിരിഞ്ഞതിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുകയും അവരെ കുടുംബങ്ങൾക്ക് ആശ്വാസം നേരുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലുമുള്ള ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യരാശിക്ക് സലാമത്ത് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 31ാമത്തെ പ്രസംഗ പരമ്പര ആരംഭിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 19 വാർഷിക പൊതുസമ്മേളനങ്ങളും ആ സമ്മേളനങ്ങളിൽ എടുത്ത തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം കേൾപ്പിച്ചത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് 20ാം വാർഷിക സമ്മേളനമാണ്. 20ാം വാർഷിക സമ്മേളനം നടക്കുന്നത് 1954-ലാണ്. 1954 ഏപ്രിൽ മാസം 24, 25 തീയതികളിൽ, അന്ന് ഷഅബാൻ 21, 22 ഹിജറ 1373 ഷഅബാൻ 21, 22. അന്ന് 954 ഏപ്രിൽ 24, 25 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 20ാം വാർഷിക സമ്മേളനം നടന്നത് താനൂരിലാണ്. താനൂരിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല സൗഭാഗ്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രഗത്ഭനും
ദീർഘകാലം അതിൻ്റെ പ്രസിഡന്റും ആദ്യം വൈസ് പ്രസിഡന്റും പിന്നെ പ്രസിഡന്റുമായിരുന്ന മൗലാന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പ്രവർത്തന തട്ടകം താനൂരായതുകൊണ്ടാണ്. താനൂരിൽ 1927 നടന്ന സമസ്തയുടെ 1-ാം വാർഷിക സമ്മേളനം അവിടെയാണ് നടന്നത്. ഇപ്പോൾ 20-ാം വാർഷിക സമ്മേളനം താനൂരിൽ നടക്കുകയാണ്. സമസ്തയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾക്ക് ആ സ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ പ്രത്യേകതയുണ്ടാവും. ആ പ്രത്യേകത ഇവിടെയും നമുക്ക് കാണാം. 1-ാം സമ്മേളനത്തിൽ താനൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വൈജ്ഞാനിക കലാലയം വേണമെന്ന നാട്ടിലെ ഏതാനും ദീനീ സ്നേഹികൾ മാത്രമല്ല, അവിടെ അസാസുൽ ഇസ്ലാം സംഘം നടത്തിയിരുന്ന ഇസ്ലാഹുൽ ഉലൂമിൻ എന്ന ആ സ്ഥാപനം വലുതാക്കി ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അവിടെ ഒരു വലിയ വൈജ്ഞാനിക കോംപ്ലക്സ് പണിയണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ എത്തുന്നതും അങ്ങനെ 1-ാം വാർഷിക സമ്മേളനം അവിടെ നടക്കുന്നതും. ഇപ്പോൾ അത് 1927-ലാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന 20-ാം വാർഷിക സമ്മേളനം നടക്കുന്ന 54-ലാണ്. ഈ കാലയളവിൽ ഇസ്ലാഹുൽ ഉലൂം എന്ന സ്ഥാപനം പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് അത് വളരെ വലുതാക്കിയെടുക്കാൻ സാധിച്ചു എങ്കിലും അതിന് തുടർ ചലനമുണ്ടാക്കാൻ ആ നാട്ടുകാർക്ക്, സ്ഥാപന കമ്മിറ്റിക്കാർക്ക് കഴിഞ്ഞില്ല. പല ശ്രമങ്ങളും പലപ്പോഴും നടത്തിയെങ്കിലും നിലവിലുള്ള അസാസുൽ ഇസ്ലാം സംഘത്തിന് അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ആ സ്ഥാപനം നിശ്ചലമാവുകയും കണ്ടപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1-ാം വാർഷിക സമ്മേളനത്തിന് അല്ലെങ്കിൽ സമ്മേളന ചരിത്രത്തിൽ തുടക്കം കുറിച്ച താനൂരിലെ ആ സ്ഥാപനം ഇല്ലാതെയായിക്കൂടാ, അത് നമുക്ക് പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതുവരെയും സമസ്തയുടെ ഔദ്യോഗിക കീഴിലായിരുന്നില്ല അത് നടന്നിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സന്തോഷം അതൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 വിദ്യാർത്ഥികളുള്ള ഒരു ദർസെങ്കിലുമാക്കി ഉയർത്തിക്കൊണ്ടുവരണം. അതിനേക്കാളൊക്കെ കുട്ടികളവിടെ പഠിച്ചിരുന്നു പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ തുടക്കത്തിൽ. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ആ സ്ഥാപനം സമസ്തയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി താനൂർക്കാരെ തീരുമാനിച്ചപ്പോൾ ഒരു 40 കുട്ടികളുടെ ദർസെങ്കിലും അവിടെ തുടങ്ങണം, പിന്നീട് ആ സ്ഥാപനം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന ചർച്ച സജീവമാവുകയും അതിന് അന്തിമമാക്കാൻ തീരുമാനമെടുക്കാൻ വേണ്ടി 1954 ഫെബ്രുവരി 6-ന് അഥവാ ജമാഅത്തുൽ ഉഖറ 1-ന് ബഹുമാനപ്പെട്ട മൗലാന ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ താനൂരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു അടിയന്തര മുശാവറ യോഗം ചേർന്നു. ആ മുശാവറ യോഗമാണ് തീരുമാനിച്ചത്, നമുക്ക് ഇസ്ലാഹുൽ ഉലൂം സ്ഥാപനം വലുതാക്കണം. അതിൻ്റെ ഭാഗമായി സമസ്തയുടെ 20-ാം വാർഷിക സമ്മേളനം 54 ഏപ്രിൽ 24, 25 തീയതികളിൽ താനൂരിൽ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അബ്ദുൽ ബാരി മുസ്ലിയാരായിരുന്നു ഈ മുശാവറയുടെ അധ്യക്ഷൻ. ഇദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റാണ്. ആ മുശാവറയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ നല്ല ഉത്ബോധനവും ചർച്ചയും പഠന ക്ലാസ്സും ഒക്കെ നടന്നിരുന്നത് ചരിത്രത്തിൽ കാണാം. ഏതായാലും സമ്മേളനത്തിൻ്റെ തീയതി എത്തി. 1954 ഏപ്രിൽ 24, 25 ഉലമാക്കളൊക്കെ നേരത്തെ തന്നെ എത്തി. പൊതുജനങ്ങൾ എമ്പാടും വന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നിരവധി പഠന ക്ലാസ്സുകളും ചർച്ചകളൊക്കെ നടന്നു. 25-ന് വൈകുന്നേരം മഹാസമ്മേളനം താനൂർ ഇക്ബാൽ മൈതാനിയിലാണ് ചേർന്നത്. തെന്നിന്ത്യൻ മുഫ്തിയും വെല്ലൂര് ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പാളുമായിരുന്ന മൗലാന ഷെയ്ഖ് ആദം മസനത്ത് അധ്യക്ഷനായി. മൗലാന ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടകനുമായി. സ്വാഗതം പറഞ്ഞത് സംഘാടക സമിതി കൺവീനർ എന്ന നിലയിൽ C. ഇബ്രാഹിം കുട്ടി സാഹിബാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ 4 മദ്ഹബ്
അത് അംഗീകരിക്കാതെ ഒരാൾക്ക് ശരിയായ മുസ്ലിമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം തെഖലീദിനെ എതിർക്കുകയാണ് അന്ന് പുത്തൻ പ്രസ്ഥാനക്കാർ. വിവരം കുറഞ്ഞ ഈ കമ്പനി തെഖലീദ് ഇല്ലാതെയാക്കിയാൽ എങ്ങനെയാണ് ഇസ്ലാമിനെ കണ്ടെത്തുക? അതുകൊണ്ട് പൊതുജനങ്ങൾ അതിന് വഞ്ചിതരാകരുതെന്നും നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബും കർമ്മശാസ്ത്രപരമായി നാലാലൊരു മദ്ഹബും അനുസരിച്ച് മുന്നോട്ട് പോകാതെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴിക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നതിൽ ഊന്നിക്കൊണ്ടായിരുന്നു ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം. ആ പ്രസംഗത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ആദം ഹസ്രത്ത് തങ്ങളവറുകൾ പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ സുഹൃത്തും നിങ്ങളുടെ നാട്ടുകാരനും പ്രഗത്ഭ പണ്ഡിതനുമായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ അടിവരട്ട കാര്യം ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. മദ്ഹബുകളെ മുറുകെ പിടിക്കുകയും ബഹുമാന്യരായ ഇമാമുകളും മുഫസ്സിറുകളും പറഞ്ഞു തന്ന മസ്അലകളും അർത്ഥവ്യാഖ്യാനങ്ങളും സ്വീകരിക്കുകയുമാണ് ഒരു മുസ്ലിമിന് ഇസ്ലാമിൽ എത്തിച്ചേരാനുള്ള പ്രധാന വഴി. എന്നാൽ അതിൽ യാതൊരുവിധ ഭിന്നിപ്പുകളോ കക്ഷിവഴക്കുകളോ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയില്ല. കക്ഷിവഴക്കുകളും ഒക്കെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? നാലാലൊരു മദ്ഹബ് അനുസരിച്ച് ആ മദ്ഹബ് നിർദ്ദേശിക്കുന്ന നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. അല്ലാതെ കച്ചറ തീരൂല, മസ്അല പ്രശ്നം പരിഹരിക്കൂല. മദ്ഹബുകളെ മുറുകെ പിടിക്കാനും മഹാന്മാരായ ഇമാമുകളെ ബഹുമാനിക്കാനും ഈ സമ്മേളനത്തിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അടിവരയിടട്ടെ. ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട മൗലാന ആദം ഹസ്രത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ഉറുദു പ്രസംഗം ഭാഷാന്തരം ചെയ്തത് ബി കുട്ടിസനാജി ആയിരുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ പ്രധാനമായി ജനങ്ങളെ അറിയിച്ചത് മഹാനായ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അശ്രാന്ത പരിശ്രമ ഫലമായി ഉയർന്നു വന്നതും എന്നാൽ ഇപ്പോൾ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ ഇസ്ലാലുലു സ്ഥാപനത്തെ കമ്മിറ്റി സമസ്തയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. സമസ്ത അത് ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫണ്ടിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാഫക്കി തങ്ങളിൽ നിന്ന് ഒരു സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് ഉദ്ഘാടനവും ആവശ്യമായ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി സമസ്തയുടെ അന്നത്തെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു 6 അംഗ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. താനൂർ സമ്മേളനത്തിൽ ഷെയ്ഖ് ആദം ഹസ്രത്തിൻ്റെയും പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെയും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും പ്രസംഗങ്ങളിൽ സമസ്തയുടെ കർമ്മപരിപാടിയുമായി യുവാക്കൾ രംഗത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം ഊന്നിപ്പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്നത്തെ തീതുപ്പുന്ന പ്രാസംഗികനാണ്. അദ്ദേഹം ചെറുപ്പക്കാർ സംഘടിതരായി സമസ്തയ്ക്ക് ഊന്നുവടിയായി മാറിയില്ലെങ്കിൽ നമ്മുടെ ആശയം വിപുലീകരിക്കാൻ കഴിയുകയില്ല, ബഹുജനങ്ങൾ എത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാർ സംഘടിക്കണമെന്ന പ്രത്യേകിച്ച് ആ കാര്യം ആദം ഹസ്രത്തും പൊതുസമൂഹം ആലിമീങ്ങളെ കീഴിൽ നിൽക്കേണ്ട ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സെക്രട്ടറി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഒന്നുകൂടെ ഊന്നി. എന്നാൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെറുപ്പക്കാർ സമസ്തയുടെ ഊന്നുവടിയായി മുന്നോട്ട് വരണമെന്ന ആഹ്വാനവും ചെയ്തപ്പോൾ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ബഹുമാനപ്പെട്ട ബി കുട്ടിയസനാജിയെ പോലുള്ള അന്നത്തെ യുവതുർക്കികൾ എന്ന് പറയാവുന്ന നേതാക്കന്മാർ അവർ ഇതുമായി താനൂര് ഈ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഇസ്ലാഹുൽ ഉലൂം സ്ഥാപനത്തിൻ്റെ ഒരു റൂമിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തി. പിറ്റത്തെ മാസം ആ ചർച്ച അവസാനിച്ച് നിങ്ങൾ നോക്കൂ, പ്രസംഗത്തിലങ്ങ് ആവേശം കൊണ്ടിട്ട് സമ്മേളനം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ബി കുട്ടി ഹസനാജിയെ പോലുള്ള അന്നത്തെ യുവതുർക്കികൾ ഇസ്ലാഹുൽ ഉലൂം സ്ഥാപനത്തിൻ്റെ ഒരു റൂമിൽ ഇരുന്നിട്ട് ഈ പ്രസംഗം നമുക്ക് അന്വർത്ഥാക്കണം, അതിന് സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിക്കണം എന്ന തീരുമാനത്തിലെത്തുകയും ഇതിനു വേണ്ടി വിപുലമായ കൺവെൻഷൻ കൂടാൻ അടുത്ത മാസം കോഴിക്കോട് അൻസാറുൽ മുസ്ലിമിൻ ഓഫീസിൽ പ്രത്യേകം കൺവെൻഷൻ വിളിച്ചു കൂട്ടാനും തീരുമാനിച്ചുകൊണ്ടാണ് പാതിരാവിൽ ആ യുവ നേതാക്കന്മാർ പിരിഞ്ഞത്. അങ്ങനെ പിറ്റേ മാസം എന്ന് പറഞ്ഞാൽ 1954
1954 ഏപ്രിൽ മാസം 24-25 സമ്മേളനം. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം അൻസാറുൽ മുസ്ലിമീൻ സംഘത്തിൻ്റെ ഓഫീസിൽ, കോഴിക്കോട്ടെ ഓഫീസിൽ കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവർ പിരിയുകയും ആ തീയതി വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയും കോഴിക്കോട് മൂതാക്കര പള്ളിയിലെ ഖത്തീബുമായിരുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അൻസാറുൽ മുസ്ലിമീൻ ഓഫീസിൽ ചേർന്ന ഈ കൺവെൻഷനിൽ വെച്ചാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ജന്മമെടുക്കുന്നത്. ആ പ്രസ്ഥാനമാണ് ഇന്ന് കേരളമാകെ പന്തലിച്ച് ഏറ്റവും വലിയ യുവചേതനയുടെ ഉരുക്ക് സംഘടനയായി മാറിയ SYS. മഹാനായ ശംസുൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ പോലുള്ള കരുത്തരായ നേതാക്കന്മാർ ദീർഘകാലം ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയപ്പോൾ വൈജ്ഞാനിക വിപ്ലവങ്ങൾ അതിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. കാരന്തൂർ, സുന്നി മർക്കസ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ. ഇൻഷാ അല്ലാഹ് SYSന്റെ ചരിത്ര നാളുവഴികളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോഴേ സമസ്ത ചരിത്രം സമ്പൂർണ്ണമാവുകയുള്ളൂ. ഏതായാലും 1954 ഏപ്രിൽ മാസം 24-25 താനൂരിൽ ചേർന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിലെ പ്രാസംഗികന്മാരുടെ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ഏതാനും യുവാക്കളായ നേതാക്കന്മാർ അന്ന് തന്നെ ആ സമ്മേളനം കഴിഞ്ഞ ഉടനെ ഇസ്ലാഹുൽ ഉലൂം മദ്രസയിൽ കോളേജിൽ യോഗം ചേർന്നുകൊണ്ട് അടുത്ത മാസം മെയ്യിൽ അൻസാറുൽ മുസ്ലിമീൻ സംഘം ഓഫീസ് കോഴിക്കോട്ടിൽ യോഗം ചേർന്നുകൊണ്ട് SYS രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അത് സാധ്യമാവുകയും ചെയ്തു. ഇനി ഈ സമ്മേളനത്തിലെടുത്ത പ്രധാനമായ ചില തീരുമാനങ്ങളും കൂടി നമുക്ക് കേൾക്കാം. 1954 ഏപ്രിൽ 24-25 തീയതികളിൽ താനൂരിൽ ചേർന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിൽ എടുത്ത സുപ്രധാനമായ ഒരു തീരുമാനം തന്നെ SYS നിലവിൽ വന്നു എന്നുള്ളതാണ്. ബാക്കി തീരുമാനങ്ങൾ വായിക്കാം. 1. ഖുത്ബ പരിഭാഷ ബിദ്അത്ത് മുങ്കറത്താണെന്ന് സമസ്തയുടെ തീരുമാനം അവഗണിച്ച് ആരെങ്കിലും ഖുത്ബ മലയാളത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അയാൾ പിന്തിരിക്കുന്നില്ലെങ്കിൽ അയാളെ സമസ്തയിൽ സ്വീകരിക്കാതിരിക്കാനും തീരുമാനിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വ്യക്തമായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടന തീരുമാനമാണ് ഖുത്ബ മലയാളത്തിൽ ഓതാൻ പാടില്ല എന്ന്. അതാരെങ്കിലും ലംഘിക്കുന്നുണ്ടെങ്കിൽ അവർ സമസ്ത സ്വീകരിക്കൂല എന്നാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തെ തീരുമാനം വാദപ്രതിവാദത്തിന് ക്ഷണിച്ചും വെല്ലുവിളിച്ചും വടകരയിൽ നിന്ന് വന്ന കത്ത് ചർച്ചക്കെടുക്കുകയും വെല്ലുവിളി സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ വേണ്ടത് ചെയ്യാൻ വേണ്ടി EK അബൂബക്കർ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മുശാവറ യോഗത്തിൻ്റെ മിനിറ്റ്സ് നോക്കിയാൽ കാണാം, വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള കത്ത് വന്നാൽ അത് പരിഗണിക്കണോ പരിഗണിക്കണ്ടേ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടി EK അബൂബക്കർ മുസ്ലിയാരുടെ ഭാരവാഹിയായിട്ടൊരു സമിതി പിന്നീട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 20ാം വാർഷിക സമ്മേളനത്തിലേക്കാണ് പുത്തൻ പ്രസ്ഥാനക്കാർ വടകരയിൽ നിന്നൊരു കത്തയക്കുന്നത്. നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ വരണം, അത് വേണ്ടത് ചെയ്യാൻ വേണ്ടി 2 നേതാക്കന്മാർ അധികാരപ്പെടുത്തി. EK അബൂബക്കർ മുസ്ലിയാരെയും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെയും ചുമതലപ്പെടുത്തി. മൂന്നാമത്തെ പ്രധാന തീരുമാനം മുൻ അൽ ബയാൻ പത്രാധിപരായിരുന്ന കാടേരി അബുൽ കമാൽ മൗലവിയുടെ എഴുത്തുകളിലെ ലേഖനങ്ങളിൽ, അതുപോലെ അൽ ബയാനിൽ വന്ന തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്ത ലേഖനങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ചില സൂചനകളോ കുനിപ്പുകളോ ഒക്കെ ഉണ്ട് എന്ന ഒരു പ്രചരണം പുറത്തു നടക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും പരിശോധിച്ച് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി അതിനാവശ്യമായ തിരുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വേണ്ടത് ചെയ്യാൻ വേണ്ടി KK സദഖത്തുള്ള മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ ബലമേൽപ്പിക്കുകയും അവർ ഇതെല്ലാം വായിച്ചിട്ട് അതിലെന്തെങ്കിലും അഹ്ലുസുന്നത്തിന് വക്കാത്ത, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വക്കാത്ത വല്ല സൂചനകളുമുണ്ട് എങ്കിൽ അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം
അബുൽ കമാൽ മൗലവി അത് സമ്മതിക്കുകയും അദ്ദേഹം തന്നെ സമസ്തയുടെ മുഖപത്രമായ അൽ ബയാനിൽ പ്രസിദ്ധീകരിക്കാൻ വന്ന് സമ്മതിക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങളത്തെ ആലിമീങ്ങൾ അവരുടെ ഒരു ശുഷ്കാന്തിയുണ്ട്. സമസ്തയുടെ നേതാവാണ് കാടേരി അബുൽ കമാൽ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളിൽ പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നാളിതുവരെയുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായ ചില സൂചനകളുണ്ട് എന്നൊരു സംസാരം ഉണ്ടായി. അങ്ങനെ മുഷാവറ തീരുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ കമാൽ ഉസ്താദിനെ വിളിച്ചു. അദ്ദേഹം മുഷാവറയിലുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ ആലിമീങ്ങൾ പരിശോധിച്ചോളൂ, പരിശോധിച്ച് നിങ്ങൾ റദ്ദ് നിർദ്ദേശിച്ചോളൂ, ഞാൻ തന്നെ അതെന്ത് ചെയ്യും, അൽ ബയാനിൽ തിരുത്തി എഴുതും. ആർക്കപ്പം അതിൽ വാശി? വീക്ഷണ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ EKയെയും സദഖത്തുൽ ഉസ്താദിനെയും അത് കണ്ടെത്താൻ പരിശോധിക്കാൻ നിയമിക്കുകയും, പരിശോധിച്ചാൽ തന്നെ എന്താ വേണ്ടത്, ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർക്ക് അത് കൊണ്ടേ കൊടുക്കണം. അദ്ദേഹം കൂടെ സമ്മതിച്ചാൽ അത് ഈ കാടേരി തന്നെ അൽ ബയാനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇതാണ് മൂന്നാമത്തെ തീരുമാനം. 4, സമസ്തയുടെ കീഴിൽ നടത്താൻ തീരുമാനിച്ച ഉയർന്ന ദർസിൻ്റെ ആവശ്യാർത്ഥം. അത് പറഞ്ഞാൽ ഈ ഇസ്ലാഹുൽ ഉലൂം എന്ന കോളേജ് ഇപ്പം വലിയ ദർസാക്കി മാറ്റാൻ തീരുമാനിച്ചല്ലോ. അതിന് പണം കണ്ടെത്താൻ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തു, 6 അംഗ കമ്മിറ്റി. അതിൻ്റെ കൺവീനറായിട്ട് സമസ്ത സെക്രട്ടറി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ തിരഞ്ഞെടുത്തു. ഏതായാലും ഈ ഉയർന്ന ദർസ് അങ്ങനെ അവിടെ 40 കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ആ ദർസ് വലുതാക്കി എടുക്കാനൊക്കെ തീരുമാനിച്ചു. ഈ ചർച്ച പിന്നെ കാര്യമായ പ്രവർത്തനം അവിടെ നടത്തുകയും, എന്നാൽ ഈ ആലോചനയുടെ ഭാഗമായിട്ടാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സാധ്യമാക്കാൻ സമസ്തയ്ക്ക് സാധിച്ചത്. അത് 1962 മുതലാണ്. എല്ലാത്തിനും ഒരു ചർച്ച ഉണ്ടാവുമല്ലോ, ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണ് പിന്നീട് വലിയ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ചുരുക്കത്തിൽ 1954, 24, 25 തീയതികളിൽ താനൂരിൽ നടന്ന 20ാം വാർഷിക സമ്മേളനം ഒരു ചരിത്ര നായികയായിരുന്നു. ഒന്ന്, ജാമിയ നൂരിയ അറബിക് കോളേജ് എന്ന ഒരു ആശയം, അവിടേക്കത് എത്താൻ കാരണം ഒരു ഉയർന്ന ദർസ് നമുക്ക് വേണമെന്ന ചർച്ചയാണ്. താനൂർ ഇസ്ലാലുലും സ്ഥാപനം അത് നമ്മൾ ഏറ്റെടുത്തു, സമസ്ത ഏറ്റെടുത്തു. അത് വലുതാക്കാനും അതിന് ഫണ്ടിങ് പിരിവൊക്കെ നടക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആ പിരിവും ചർച്ചയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് വെല്ലൂരിലത്തെ ബാക്കിയാത്തിനെ പോലെ എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ കഴിയണില്ലല്ലോ, അതുപോലത്തെ ഒരു ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന ഒരു സ്ഥാപനം വേണമെന്ന ചർച്ചയിൽ അതെത്തുകയും അതാണ് പിന്നീട് ജാമിയ നൂരിയായി പരിലസിക്കുകയും ചെയ്തത്. അതുപോലെ ഈ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിൽ പ്രാസംഗികന്മാർ, ചെറുപ്പക്കാർ സംഘടിതരായി സമസ്തയുടെ ഊന്നുവടിയായി മാറണമെന്ന പ്രഖ്യാപനത്തിൽ ആവേശം കൊണ്ടവരാണ് SYS രൂപീകരിക്കാനുള്ള ചർച്ചയുമായി മുന്നോട്ട് പോയതും പിറ്റേ മാസം മെയ് മാസത്തിൽ അത് SYS സാധ്യമാവുകയും ഇന്ന് ആ പ്രസ്ഥാനം കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം ധാർമ്മികമായും വൈജ്ഞാനികമായും ഏറെ മുന്നിലെത്തുകയും ചെയ്തു. അപ്പോൾ 20ാം വാർഷികം ചരിത്ര നായികയ്ക്കല്ല. അള്ളാഹു ആ മഹത്തുക്കളായ നേതാക്കന്മാർക്കൊക്കെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ദുഃഖം, ഇതുപോലുള്ള ദുഃഖങ്ങളിൽ നമ്മുടെ രാജ്യത്തെ അള്ളാഹു തആല മോചിപ്പിക്കട്ടെ. മനുഷ്യരാശിക്ക് അള്ളാഹു എന്നും സമാധാനം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ 31ാം പ്രസംഗ ദിനം ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെയും ഇതേ സമയത്ത് സമസ്തയുടെ ചരിത്ര നാളുകളിലെ മറ്റൊരു അധ്യായം കേൾക്കാം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.